ലക്ഷക്കണക്കിന് വിശ്വാസികൾക്ക് വചനാനുഭവം സമ്മാനിച്ച് ഭരണങ്ങാനം അന്തർദേശീയ ബൈബിൾ കൺവെൻഷന് തുടക്കമായി. പ്രാർത്ഥനാ മഞ്ജരികളും സ്തുതിഗീതങ്ങളും നിറഞ്ഞ അന്തരീക്ഷത്തിൽ ഇന്റർ ചർച്ച് കൗൺസിൽ ചെയർമാൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പൗവത്തിൽ വചനദീപം തെളിച്ചതോടെയാണ് 5 നാൾ നീളുന്ന കൺവെൻഷന് തുടക്കമായത്. പ്രാർത്ഥനകൾക്കും തയ്യാറെടുപ്പുകൾക്കും കാത്തിരിപ്പിനുമൊടുവിൽ പെയ്തിറങ്ങിയ വചനമാരിയിൽ കുളിച്ച് സൗഖ്യം നേടാൻ ലക്ഷങ്ങളാണ് ആദ്യ ദിനം ഒഴുകിയെത്തിയത്. അൽഫോൻസ നഗറിൽ തീർത്ത കൂറ്റൻ പന്തൽ നിറഞ്ഞു കവിഞ്ഞ് ലക്ഷങ്ങൾ ഒഴുകിയെത്തിയതോടെ ഭരണങ്ങാനം അക്ഷരാർത്ഥത്തിൽ ഭക്തസാഗരമായി. വിശുദ്ധ അൽഫോൻസാമ്മയുടെ പാദസ്പർശത്താൽ അനുഗ്രഹീതമായ മണ്ണ് ആതിഥ്യമരുളുന്ന അന്തർദേശീയ കൺവെൻഷൻ ജനപങ്കാളിത്തം കൊണ്ടും ആത്മീയ അനുഭവങ്ങളാലും ശ്രദ്ധേയമാവുകയാണ്. വചനവിരുന്നന്റെ ആദ്യ ദിനം തന്നെ കൺവെൻഷന്റെ അന്തർദേശീയ സ്വഭാവം വ്യക്തമായി കഴിഞ്ഞു എന്നതും ശ്രദ്ധേയം. ഭൂഖണ്ഡങ്ങൾക്ക് അപ്പുറത്തു നിന്നുള്ളവരടക്കം ഭാഷയും ദേശവും മറന്ന് അൽഫോൻസ നഗറിലേക്ക് ഒഴുകിയെത്തിയതോടെ പാലാരൂപത ആതിഥ്യമരുളുന്ന 30ാമത് കൺവെൻഷൻ രാജ്യാന്തര തലത്തിലേക്ക് വളർന്നുവെന്നത് വ്യക്തമായി കഴിഞ്ഞു. മാർ ജേക്കബ് മുരുക്കിന്റെ കാർമ്മികത്വത്തിൽ നടന്ന സമൂഹ ബലിയെ തുടർന്നാണ് കൺവെൻഷന് തുടക്കമായത്. രൂപത വികാരി ജനറൽമാരായ മോൺസിഞ്ഞർ ജോർജ് ചൂരക്കാട്ട്, മോൺസിഞ്ഞർ ഫിലിപ്പ് ഞെർലക്കാട്ട്, മോൺസിഞ്ഞർ ജോസഫ് കുഴിഞ്ഞാലിൽ, മോൺസിഞ്ഞർ ജോസഫ് കൊല്ലംപറമ്പിൽ, വചനപ്രഘോഷകൻ ഫാദർ സേവ്യർ ഖാൻ വട്ടായിൽ എന്നിവർ ദിവ്യബലിയിൽ സഹകാർമ്മികരായി. സമ്മേളനത്തിൽ മാർ ജോസഫ് കലറങ്ങാട്ട് ആമുഖ പ്രഭാഷണം നടത്തി.